ഹലോ ഗുഡ് മോർണിംഗ്. എൻ്റെ സുൽഭത്തിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുപ്പറ്റ വീട്ടിലെത്തിയിട്ടോ. കുറേ ദിവസം കോഴിക്കോടും കോട്ടയത്തൊക്കെ ആയിരുന്നു. അടുപ്പറ്റ വീട്ടിലെത്തി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കച്ചര ഞങ്ങൾക്ക് ചോളപ്പുട്ടാണ്. ഇതുണ്ടോ ചെറുപയർ കറി, ചെറുപയർ തേങ്ങാപ്പാൽ ഒഴിച്ച കറി. ജോൺസേട്ടാക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതേ ചോളപ്പുട്ട്. അപ്പോൾ സാധാരണ ഇപ്പം നമ്മൾ വീടൊക്കെ കുറേ കൂട്ടിപ്പോയി തിരിച്ചു വരുമ്പോൾ ഭയങ്കര ക്ലീനിങ് ഉണ്ടാവില്ലേ? എനിക്കിപ്പോൾ ഈ ഇടയായിട്ട് അങ്ങനെ ഉണ്ടാവാറേ ഇല്ല. ഞാൻ എല്ലാം കാപ്പി ആട്ടോ എപ്പോഴും ഉണ്ടാക്കി കുടിക്കാറ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ജോൺസായിട്ടായി ഫുള്ള് ക്ലീൻ ചെയ്ത് സൂപ്പറാക്കിയിട്ടിരുന്നു കേട്ടോ. കിച്ചണൊക്കെ ഇപ്പോൾ ഞാൻ വന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ വലിച്ചിട്ടതാണ്. നല്ല ക്ലീൻ ചെയ്തിട്ടാണ്. ഇത് ഗ്യാസിൽ കണ്ടോ മഞ്ഞ കത്തുന്നത്. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ സൈഡൊക്കെ കരിയും. മഞ്ഞ കത്താനുള്ള റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഗ്യാസിനകത്ത് എന്തെങ്കിലും കരടോ കാര്യങ്ങളോ ഉണ്ടാകും, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് സ്റ്റവ് നല്ലോണം ക്ലീൻ ചെയ്യാത്തതുകൊണ്ടായിരിക്കും. ഇന്നലെ ഞാൻ ഇപ്പോൾ വന്നാൽ പെട്ടെന്ന് നോക്കുന്ന സാധനം ഫ്രിഡ്ജാണ് കേട്ടോ. ഫ്രിഡ്ജിനകത്ത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മിസ്സിങ് ഉണ്ടോ, മിസ്സിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങേണ്ടതുണ്ടോ എന്നൊക്കെ. കാരണം ഞാൻ ഇവിടെയും അവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇവിടെയുള്ള സാധനങ്ങൾ അവിടെയൊക്കെ എനിക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ ഞാൻ പച്ചക്കറിയൊക്കെ നോക്കിയിട്ടേ വാങ്ങുള്ളൂ. മല്ലിച്ചപ്പൊക്കെ കരിഞ്ഞൊരു ക്യാബേജ് ഉണ്ട്, തക്കാളി ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ചെറുനാരങ്ങ ഉണ്ട്. ഇപ്പം ഞാൻ അധികം പച്ചക്കറി ഒന്നും വാങ്ങാറില്ല, കാരണം വെറുതെ കളയണ്ടേന്ന് ഓർത്തിട്ട്. ഇത് നമുക്ക് എടുത്ത് കളഞ്ഞേക്കാം. ഉരുളക്കിഴങ്ങുണ്ട്. ഞാൻ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും മല്ലിച്ചപ്പ് വാങ്ങിയിരിക്കുന്നത്. പിന്നെ എനിക്ക് എന്താറില്ല ഉഴുന്നുവട ഉണ്ടാക്കണമെന്ന് തോന്നിയിട്ട് ഞാനത് ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട്. എനിക്ക് ഉണ്ടാക്കാനൊന്നും അങ്ങനെ അറിയില്ല. ഞാൻ യൂട്യൂബൊക്കെ നോക്കി ഉണ്ടാക്കും, പക്ഷെ നല്ല ടേസ്റ്റാണ്. എന്തായാലും ചെറുപയർ കറി സൂപ്പറായിരിക്കും എന്ന് വിചാരിക്കാം. ജോൺസേട്ടയ്ക്ക് കൊടുത്തു നോക്കാം. ജോൺസേട്ടയ്ക്ക് പിന്നെ എന്ത് കൊടുത്താലും ഭക്ഷണത്തിന് കുറ്റം പറയുക എന്നുള്ളൊരു സ്വഭാവം ജോൺസേട്ടയ്ക്കില്ല. അതുകൊണ്ട് ജോൺസേട്ടനോട് ചോദിച്ചാൽ കറക്റ്റ് ഒന്നും അറിയാൻ പറ്റില്ല. ജോൺസേട്ടയെ കണ്ടോ, ഇപ്പോൾ ജോൺസേട്ടയുടെ കാര്യങ്ങളൊക്കെ ജോൺസേട്ടയെ നല്ല വൃത്തിക്ക് ചെയ്യുന്ന മാത്രമല്ല എന്നോട് ചെയ്യണ്ടെന്നും കൂടെ പറഞ്ഞു. കാരണം സ്വന്തം ചെയ്യുമ്പോഴാണ് അതിൻ്റെ സുഖം പഠിക്കുക എന്ന് പറയില്ലേ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ജോൺസേട്ടന് ഞാൻ ഡ്രസ്സൊക്കെ അലക്കുന്ന സമയത്ത് ചിലപ്പോൾ കളറൊക്കെ മിക്സ് ആവാറുണ്ട്. അതുപോലെ തന്നെ മടക്കി വെക്കുമ്പോൾ ജോൺസേട്ടയ്ക്ക് ഒന്നും പ്രോപ്പറായിട്ട് കിട്ടില്ല. അതുപോലെ ജോൺസേട്ട പറയണേ തലേനുറയൊന്നും നീ അലക്കിയിട്ട് വൃത്തിയായിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ജോൺസേട്ട ഇത് എങ്ങനെയാണെന്നറിയില്ല നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ജോൺസേട്ട ഈ തലേനുറ ജോൺസേട്ടൻ്റെ തലമുടിയത്തെ ഡൈ ഒക്കെ ആയിട്ട് അങ്ങനെ ആയത്, അതൊന്നും അലക്കിയാൽ പോകില്ലാന്ന്. പക്ഷെ അത് ജോൺസേട്ടൻ പ്രൂവ് ചെയ്തു കേട്ടോ. വൃത്തിയാകും എന്നുള്ളത് ജോൺസേട്ടയെ പ്രൂവ് ചെയ്തു കണ്ടോ. അതൊക്കെയാണ് മിടുക്കൻ ചോക്കുട്ടൻ എന്ന് പറയുന്നത്. എല്ലാം നല്ല. ജോൺസേട്ടയെ പിന്നെ അങ്ങനെ പ്രാഗ് അങ്ങനെ വഴക്ക് പറയുക അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ജോൺസേട്ടൻ്റെ ഓളത്തിന് ജോൺസേട്ടയ്ക്ക് ഭയങ്കര സങ്കടമാണ് ഇവിടെ ഇടപ്പട്ടിയിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഞാനില്ലല്ലോ എന്ന്. എന്നാലും ജോൺസേട്ടയെ കോഴിക്കോട് വന്ന് നിൽക്കില്ല. കാരണം എന്താ വെച്ചാൽ ജോൺസേട്ടയ്ക്ക് കട രാവിലെ 8 മണിയാകുമ്പോഴേക്കും തുറക്കണം. സിമെൻറ്റ് കടയാണേ, സിമെൻറ്റ് ആൻഡ് സ്റ്റീലാണ്. അപ്പോൾ രാവിലെ 8 മണിയാകുമ്പോൾ തുറക്കണം. പിന്നെ ആണെങ്കിൽ ഇപ്പം സ്റ്റാഫ് ഉണ്ടെങ്കിലും സ്റ്റാഫിൻ്റെ എന്താ പറയുക, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിനൊക്കെ പോകുമ്പോഴാണെങ്കിലും ജോൺസേട്ടയ്ക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യും. പിന്നെ ഇതേ മഴ പെയ്തപ്പോൾ നമ്മുടെ തോട്ടിലൊക്കെ കുറേ വെള്ളമുണ്ട് കണ്ടോ. ഇന്നിപ്പോൾ ഞാൻ വിചാരിക്കുന്ന മീൻ വാങ്ങിയിട്ട് പൊരിക്കണം, പിന്നെ എന്തെങ്കിലും കറി വെക്കണം, മാങ്ങാ പച്ചടിയോ എന്തെങ്കിലും വെക്കണം എന്നൊക്കെ ഓർത്തിരിക്കുകയാണ്. എല്ലാ വീടിനും ഉണ്ടാകും ഇതുപോലൊരു ഇന്ത്യൻ ക്ലോസറ്റ് നല്ലതാണ് കേട്ടോ, എനിക്കിഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ യൂറോപ്യനിൽ പോയി നമുക്ക് മുട്ടുമടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ത്യൻ ക്ലോസറ്റിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. ജോൺസേട്ടയെ കണ്ടോ സോക്സൊക്കെ ആറിയിടുന്നുണ്ട്. എങ്ങനെയാന്ന് ജോഡി തിരിച്ചൊക്കെ ഇങ്ങനെ ഇടും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചാൽ ജോൺസേട്ടയ്ക്ക് ഒന്നും കിട്ടില്ല കറക്റ്റ്. അന്നേന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കണം. ജോൺസേട്ടയാകുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമല്ലോ. ഭയങ്കര പാട്ടാണ് ബാത്റൂമിൽ. പല്ലുവേദനയാണ്, പല്ലിന് നീര് വന്നിരിക്കുകയാണ്. ഡോക്ടർ റൂട്ട് കനാൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഹോസ്പിറ്റലൊക്കെ പോകണം. ഞാൻ ഇന്നലെ രാത്രി ആയിട്ടോ കോഴിക്കോട് നിന്ന് ഇവിടെ എത്തിയത്. ചോളപ്പുട്ടിൻ്റെ നല്ല മണം. എൻ്റെ ഇടയ്ക്ക് ജോൺസേട്ടയ്ക്ക് 100 കോളുകൾ വരും കേട്ടോ. വീടൊക്കെ ഭയങ്കര വൃത്തി എന്ന് വെച്ചാൽ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഭയങ്കര പക്ക. എനിക്കൊരു പണി ഇവിടെ ചെയ്യാനില്ല, കുക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഇതൊന്നും ഉണ്ടാക്കി വെക്കട്ടോ. ചെറുപയർ തലേന്ന് കുതിർത്തിയിട്ട് 2 സ്റ്റീം അടുപ്പിക്കുക. വലിയുള്ളിയും ഉപ്പും വെളുത്തുള്ളിയും മാത്രമാണ് ഞാൻ കുക്കറിലിട്ട് വിസിലടുപ്പിച്ചപ്പം. അതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു, കടുകും ഉണക്കമുളകും ചെറിയുള്ളിയും കറിവേപ്പിലും ഇട്ട് വറവിട്ടു. വമ്പൻ ടേസ്റ്റാണ്. ഉണ്ടാക്കി വെക്കട്ടോ. തേങ്ങയൊക്കെ ഓൾറെഡി ചിരണ്ടി ഫ്രീസറിൽ വെച്ചിരുന്നതുണ്ടായിരുന്നേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അടുക്കളയൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. ഞങ്ങളൊന്ന് ജോൺസേട്ടയ്ക്ക് പല്ലുവേദനയൊക്കെ ആയിട്ടൊന്ന് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുക കേട്ടോ. പോയി വന്നിട്ട് വേണം ഇനി ചോറും കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ആദ്യമൊക്കെ എനിക്ക് പുറത്ത് പോയി കഴിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഇപ്പോൾ എനിക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണ് ഇഷ്ടം. കാരണം ഇപ്പോൾ എപ്പോഴും പുറത്ത് പോയിട്ടില്ല ഫുഡ് കഴിക്കുന്നത്. രാവിലെ എഴുന്നേറ്റപാട് ഞാൻ ചെയ്യുന്ന കാര്യമാണ് പട്ടവെള്ളം ഈ ഫ്ലാസ്ക് നിറയെ, പട്ടവെള്ളം എന്ന് പറയുമ്പോൾ ഇനി വേറെ പട്ടയാണെന്ന് വിചാരിക്കേണ്ട, ഫ്ലാസ്ക് നിറയെ തിളപ്പിച്ച് വെക്കും. എന്നിട്ട് ഇങ്ങനെ കുടിക്കും, ദാഹിക്കുമ്പോൾ എടുത്ത് കുടിക്കും. അപ്പം ഞങ്ങൾ പോയി വരാം കേട്ടോ.
എപ്പോഴും കുറേ ട്രോളി അതിനകത്ത് നിറയെ ഡ്രസ്സ് ഇവിടെ എപ്പോഴും ഉണ്ടാവും. ബിക്കോസ് എപ്പോഴാണ് എവിടേക്കാണ് എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയില്ലല്ലോ. എല്ലാം നല്ല വൃത്തിയായതുകൊണ്ട് ഒരു പണി എനിക്ക് ചെയ്യാനില്ല കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ടോ? എല്ലാം സെറ്റ്. ജോൺസേട്ടയ്ക്ക് ഭയങ്കര പല്ലുവേദന വെച്ചാൽ ഭയങ്കര പല്ലുവേദനയാണ്. അങ്ങനെ ഇതേ ഞാൻ ജോൺസേട്ടാൻ്റെ കൂടെ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ജോൺസേട്ടയ്ക്ക് പല്ലുവേദനയുണ്ട്, അത് കാണിക്കണം. പിന്നെ വരുമ്പോൾ മീനൊക്കെ വാങ്ങിക്കൊണ്ട് നമ്മൾ ചോറ് വെക്കും. നാളെ ചിലപ്പോൾ ഞാൻ ജോൺസേട്ടാൻ്റെ കൂടെ ഇഞ്ചി സൈറ്റിൽ പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പം എനിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. സൈറ്റിൽ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി പോയോ കൂട്ടാ കൊണ്ടുപോകും. പല്ലൊക്കെ നീരായിട്ടിരിക്കുക കേട്ടോ. ചിലപ്പോൾ ഞങ്ങൾ പോകും. ഞാൻ നല്ലോണം ഡ്രൈവ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. എന്താ എനിക്ക് ഡ്രൈവ് ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. നോക്കാം. ഗേറ്റ് പൂട്ടണം? ഗേറ്റ് പൂട്ടണോ? വേണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ പട്ടിശല്യം ഉണ്ട് കേട്ടോ. ഗേറ്റ് തുറന്നിട്ട് അകത്ത് പട്ടി കയറി അപ്പിയൊക്കെ ഇട്ട് വെക്കും. അകത്തല്ല, ഇവിടെ സിറ്റ് ഔട്ടിലൊക്കെ. പിന്നെ പൂച്ച കയറും. അതുകൊണ്ട് കാണിച്ചിട്ട് ഗേറ്റ് പൂട്ടുന്നത്. അങ്ങനെ ഇതേ നമ്മുടെ ദന്തൽ ക്ലിനിക്കിലെത്തി കേട്ടോ. ഇത് എനിക്ക് വന്നൊരു 40 വർഷമായി ഉണ്ടാവില്ലേ ജോൺസേട്ടാ ഈ ഡോക്ടർ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? 40 വർഷമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് പോവുകയാണ്. ഇപ്പം സമയം 10:40, 11 മണി ആവുന്നതേ ഉള്ളൂ. ഡോക്ടർ എത്തിയിട്ടുണ്ടാവും ജോൺസേട്ടാ. ദന്തൽ സർജൻ BSc BDS KP ഏരിയാസ്. പണ്ടത്തെ ഡിഗ്രി പക്ഷെ സൂപ്പറാണ്. അങ്ങനെ ജോൺസേട്ടൻ്റെ പല്ലൊക്കെ കാണിച്ചു. ഞങ്ങൾ മീൻ വാങ്ങാൻ വന്നതാട്ടോ. നമ്മുടെ കൽപ്പറ്റയിൽ കിട്ടുന്നത്ര നല്ല കപ്പ കോഴിക്കോട് കിട്ടില്ല. ഇവിടെ നല്ല പൊടിയുള്ള കപ്പയാട്ടോ. മീൻ എന്തൊക്കെയാണ് നോക്കട്ടെ. ഐഷ് പിന്നെ അല്ല, ഇതെന്താ മീന്? മത്തിന്റെ ഇണറായിട്ട് നീ എന്താ ചെയ്യുന്നത്? അവർക്ക് കൊടുക്കുക? പക്ഷെ അങ്ങനെ കൊടുക്കല്ലടോ, അതിങ്ങോട്ട് എടുത്ത് തരണ്ടേ. നിങ്ങൾ മത്തിന്റെ ഇണർ സെപ്പറേറ്റ് കിട്ടില്ല അല്ലേ? എനിക്ക് ഇത്തിരി മത്തി അവിടെ നിന്ന് വാങ്ങണം. അവിടെ നിന്ന് വാങ്ങണ്ടേ? അടിപൊളി മത്തിയല്ലേ? യെസ് ബോസ്. എനിക്ക് മത്തി. നമ്മുടെ ചിക്കനും വാങ്ങി മീനും വാങ്ങി കേട്ടോ. ജോൺസേട്ടായിൻ്റെ പല്ലിന് അപ്പടി നീരായതുകൊണ്ട് പറിക്കാൻ പറ്റില്ല. ജോൺസേട്ടായി പറയുന്ന പകല് വലിയ കുഴപ്പമില്ല. ഇപ്പം താനാതിന്ത പാടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു പാടാൻ വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പം പറഞ്ഞു എനിക്ക് പകല് വലിയ കുഴപ്പമില്ല, രാത്രിയാണ് കുത്തല്. അത് ചില മൂരിക്കുട്ടന്മാർക്ക് രാത്രിയാണ് കുത്തല്. അതായത് രാത്രി ഇപ്പം നമ്മളൊന്നും അറിയാതെ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണോ എന്താ എനിക്കറിയില്ല. എന്നാലും രാത്രി പല്ലുവേദനയെന്നാണ് ആശം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി വീട്ടിൽ പോയി ചോറ് വെക്കണം, കറി വെക്കണം. അമ്മയ്ക്കുള്ള മീൻ വാങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് അമ്മയുടെ മീൻ കൊടുക്കണം. അങ്ങനെയൊക്കെ കുറച്ച് പണിയുണ്ട് കേട്ടോ. ദേ നമ്മൾ അമ്മയ്ക്ക് മീൻ കൊടുത്തു. അമ്മയ്ക്ക് മാത്രം കഷ്ണം മീൻ, എനിക്ക് മത്തിയോ? അതുകൊണ്ടാണ് ഞാനിങ്ങനെ വാങ്ങി. എനിക്ക് മത്തി വാങ്ങി. അമ്മയ്ക്ക് ആരെയാ കാത്തിക്കാൻ? ഞങ്ങൾ പോട്ടെ. അമ്മയ്ക്ക് ആഗോലിയും ഞങ്ങൾക്ക് മത്തി. ദേ നമ്മളങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന മീനാണ്. ഇത് കൂടാതെ മോൾ ചേച്ചി എനിക്ക് മാങ്ങ തന്നിട്ടുണ്ട്. നമ്മുടെ ചെമ്മീനും മത്തിയോട്ടോ വാങ്ങിയത്. ആക്ച്വലി എന്തുണ്ടാക്കണം എന്നൊന്നും അറിയില്ല, നല്ല കൺഫ്യൂഷനാണ്. എന്നാലും നമുക്ക് നോക്കാം. അമ്മയ്ക്ക് ഇന്നലെ ചക്ക കൊണ്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഓഹരി ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തിരി ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം. ചക്കപ്പുഴുക്കും ചോറും മീനും സൂപ്പറല്ലേ? എല്ലാവരും ചോദിക്കും മീൻ എന്താ വരയിടാത്തത്. എനിക്ക് അങ്ങനെ വരയിട്ട് മീനിൻ്റെ വേദനയ്ക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. മത്തി കിണറുണ്ട്. ചക്ക അരിഞ്ഞ് വെച്ചേക്കുന്നു. ചെമ്മീൻ നന്നാക്കി വെച്ചു. ഇനി എനിക്ക് ചിക്കൻ നന്നാക്കി വെക്കാറുണ്ട്. രാവിലെ ചെറുതായി ബാക്കിയുണ്ട്. എല്ലാം സെറ്റാട്ടോ. ചിക്കൻ നാളത്തെ കേട്ടോ. എനിക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളിലൊന്നും ചിക്കൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ചിക്കൻ ഞാൻ മസാല എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ചിലപ്പോൾ നാളെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമല്ലോ. ചക്കപ്പുഴുക്കിന് വെച്ചതാണേ. നല്ല വാഴലക്കകത്ത് ചക്കപ്പുഴുക്കും മീൻ വറുത്തതൊക്കെ കൂട്ടി തിന്നണം എന്ന് വിചാരിച്ചു. പക്ഷേ ചക്കപ്പുഴുക്കിന് കുറച്ച് കഴിഞ്ഞു കേട്ടോ. എന്നാലും ഇത്രയും ഭാഗമുണ്ട് നമുക്ക്. മീൻ വറുക്കായിട്ടു. മത്തിക്ക് അത്യാവശ്യം നല്ല ഇണറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഉഴുന്നുവട തിന്നണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഉഴുന്ന് വെള്ളത്തിലിട്ടായിരുന്നു. ഇത് വൈകുന്നേരം ആകുമ്പോഴേക്കും അരച്ച് നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കണം.
ചോറായി. മുളിച്ചേച്ച് തന്ന മാങ്ങയുണ്ട്. എന്തിനാ ഈ റൊട്ടി വാങ്ങിച്ചെന്നറിയോ? എനിക്കെന്തോ ഒരു വീഡിയോ കണ്ടിട്ട് എന്തോ തിന്നാൻ കൊതിയായപ്പോൾ ഞാൻ റൊട്ടി വാങ്ങി വെച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടാക്കണം. മാമ്പഴത്തിന് മല്ലിക മാമ്പഴം കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാമ്പഴം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാമ്പഴം ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. പക്ഷെ നല്ലോണം പഴുത്താൽ മാത്രമേ മല്ലിക മാമ്പഴത്തിന് മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ മധുരം ഉണ്ടാവില്ല. അത്യാവശ്യം ഉറപ്പൊക്കെ ഉള്ള മാമ്പഴം അത്. മത്തി വറക്കാനിട്ടിട്ടുണ്ട്. ചെറിയൊരു വിശപ്പൊക്കെ തോന്നുന്നുണ്ട്, നമുക്ക് തിന്നാം. കേട്ടോ ജോൺസേട്ടൻ്റെ പാട്ട് കേട്ടോ. നല്ല ചക്കപ്പുഴുക്ക്, മീൻ വറുത്തത്, മത്തിമുട്ട, കണ്ണിമാങ്ങ അച്ചാറ്, ജോൺസേട്ടയ്ക്ക് രാവിലത്തെ ചെറുപയർ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറായിട്ട്. നിങ്ങൾക്ക് എന്താ ഉച്ചയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യാമോ? ഞങ്ങളിതേ ഒന്ന് പുറത്ത് പോവുകയാണ് കേട്ടോ. നമ്മുടെ അമ്മായിയില്ലേ, അമ്മായിൻ്റെ ചേച്ചീൻ്റെ മോളുടെ വീട്ടിലേക്ക് ഒന്ന് ചുമ്മാ പോവുകയാണ്. പിന്നെ ഇന്നിപ്പോൾ ജോൺസേട്ടായി കടയിലൊന്നും പോയില്ല, പല്ലുവേദന ആയതുകൊണ്ട്. അതുകൊണ്ട് ജോൺസേട്ടായിക്ക് ഇരുന്ന് ബോറടിച്ചു, എനിക്കും ഇരുന്ന് ബോറടിച്ചു. മാത്രമല്ല അവിടെ നിന്ന് വരുമ്പോഴേ ഞാൻ അമ്മായിനോട് പറഞ്ഞായിരുന്നു അവരുടെ വീട്ടിലേക്ക് കുറച്ചങ്ങോട്ട് പോകണം. അപ്പോൾ അമ്മായിക്ക് ഒറ്റയ്ക്ക് പോകാൻ അവിടെ നിന്ന് ഓട്ടോ ഒക്കെ കൂട്ടി പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജോൺസേട്ടായിനെയും കൂട്ടി കാറും കൊണ്ട് വരാം, നമുക്ക് പോകാം. അപ്പം അമ്മായിക്ക് കൊടുത്ത വാക്ക് പ്രകാരം നമ്മളിതാ ഇപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ്. നല്ല മഴക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ദേ അമ്മായി വണ്ടി കയറി ഞങ്ങൾ പോവുകയാണ്. നല്ല മഴക്കാറുണ്ട് പുറത്ത്, പക്ഷെ നമ്മൾ പോവുകയാണല്ലേ അമ്മായി? നല്ല മഴക്കാറാട്ടോ, നല്ല മഴക്കാർ. അങ്ങനെ നമ്മൾ സ്ഥലം എത്തിയിട്ടോ. ഇതേ നല്ല അടിപൊളി വീടുകളാട്ടോ ചുറ്റും. ഇനി കുറച്ച് നടക്കാനുണ്ട് എന്നാണ് അമ്മായി പറയുന്നത്. ജോൺസേട്ടൻ്റെ ഫോണാട്ടോ റിങ് ചെയ്തുകൊണ്ട് നിൽക്കണം, ഒരു രക്ഷയില്ല. അറ്റ് ലാസ്റ്റ് ഇതേ നമ്മൾ ഈ സ്ഥലത്തെത്തി. ഈ സ്ഥലമൊക്കെ കൊടുക്കാനുള്ളതാ. ഭയങ്കര വിലയാണ് പക്ഷേ അല്ലേ. ഓ എന്ത് ഭംഗിയാ കാണാൻ, പ്രകൃതി രമണീയത നിറഞ്ഞ സ്ഥലത്താണ്. ഭാര്യയും ഭർത്താവും കൂടെ 3 ലക്ഷത്തിന് പണിത വീടാട്ടോ അത്. ഒരു പണിക്കൊന്നും പുറത്ത് നിൽക്കാരെ വിളിച്ചിട്ടില്ല. നല്ല കുഞ്ഞ് നല്ല അടിപൊളി വീട്. ഇതേ നല്ല കുഞ്ഞ് അടുക്കളയൊക്കെ ആയിട്ടൊരു സൂപ്പർ വീട് കേട്ടോ, സൂപ്പർ. നല്ല ഇഷ്ടപ്പെട്ട വീട്. അപ്പോൾ അതേ നമ്മളിവിടെ നിന്ന് പോകുകയാണ്. നല്ല സ്ഥലം. ഞങ്ങൾ ചായയും കടിയൊക്കെ കഴിച്ച് പോകുക കേട്ടോ. സമയം സന്ധ്യ ആയിട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുകയാണല്ലേ അമ്മായി? നല്ലൊരു സ്ഥലം. നമ്മൾ വീട്ടിൽ വന്നു. ലൈറ്റ് വന്നോ? അതേ കാത്തൂന് ഞാൻ 3 കൊമ്പ് കെട്ടിക്കൊടുത്തു. നല്ല രസമുണ്ടോ കാത്തു കൊമ്പ്? ലവ് യു അന്നാൻറ്റി പറ, ലവ് യു അന്നാൻറ്റി പറ. രസമുണ്ടോടാ? രസമുണ്ടോ? കാത്തൂന് ഞാൻ വൈകുന്നേരം ഇപ്പം കളിക്കാൻ കൊണ്ടല്ലേ. കാത്തു നമുക്ക് കളിച്ച ചോറും കറി നാളെ ചട്ടി വാങ്ങാം കേട്ടോ നമുക്ക്. ഇന്നലെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ മറന്നു കേട്ടോ. ഞാൻ കാത്തൂനെയും കൊണ്ട് കുറേ കളിച്ച്, കാത്തൂനെ കളിപ്പിച്ച്, കാത്തൂനെ കൊണ്ട് പുറത്ത് പോയി. അപ്പോൾ കാത്തൂനെ കടയിൽ പോകണം. അപ്പോൾ കടയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കാത്തു ഞാൻ പൈസ എടുത്തില്ലാന്ന്. അപ്പോൾ നമുക്ക് പൈസ എടുത്തിട്ട് തരാമെന്ന് പറഞ്ഞു വന്ന്. അങ്ങനെ ഇവിടെ എത്തിയിട്ട് പൈസ എടുക്കാൻ ഞാൻ മറന്ന പോലെ അഭിനയിച്ചപ്പോഴും കാത്തു മറന്നിട്ടില്ല കേട്ടോ. അപ്പോൾ കാത്തു പറയണേ പാപ്പൻ ചേട്ടൻ്റെ കടയിൽ പോയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് മുട്ടായി കിട്ടുന്നു. അതായത് അവിടെ പറ്റു പുസ്തകത്തിലെ എന്തൊക്കെയാലേ പിള്ളേർ. അപ്പോൾ ഇന്നങ്ങനെ പുതിയൊരു ദിവസം ഉറക്കം എഴുന്നേറ്റു. രാവിലെ തന്നെ എൻ്റെ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ചക്കരേനെ വീഡിയോ കോൾ വിളിക്കില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഓരോ പരിപാടികളായിട്ട്. ഈ പല്ലിൻ്റെ ബ്രാക്കറ്റ് ഉണ്ടല്ലോ 20 വർഷം മുമ്പ് ഇടാൻ തുടങ്ങിയതാണ്. എൻ്റെ പല്ല് ആദ്യം ക്ലിപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ബ്രാക്കറ്റ് ശരീരത്തിൻ്റെ ഒരു ഭാഗമായി മാറി. അതിന് ശേഷം ഡോക്ടർ തന്നതാണ്. ഇതിട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം തന്നെ വരില്ല. പക്ഷെ ഇതിപ്പോൾ ഞാൻ യാത്രയിലൊന്നും കൂടെ കൊണ്ടിറക്കാറില്ല. കാരണം 2-3-4 തവണ പോയിട്ട് ഞാൻ പിന്നെയും വാങ്ങുന്നതാണ്. അപ്പം ഇടപ്പെട്ട് വീട്ടിൽ തന്നെ വെച്ചേക്കുക. അപ്പോൾ ഇതിട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം ശരിയാവില്ല എന്ന് മാത്രമല്ല എൻ്റെ പല്ല് പൊന്തുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക്.
പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം? ഇന്നിപ്പം അമ്മേൻ്റെ വീട്ടിൽ പോകണം, അമ്മേൻ്റെ കൂടെ ഒന്ന് കുറച്ച് പുറത്ത് പോകണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. എനിവേ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം, വേഗം കാണാം. തിന്നു കൊണ്ടേയിരിക്കും.